ശരിയല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കിട്ടുക അല്ലെങ്കിൽ അതൊരു കൺസെപ്റ്റും ഇത് ഭരണഘടന സാധാരണക്കാരന് കൊടുത്ത ഒരു വലിയ അംഗീകാരമാണ്. അതുവഴി ആ ചാനൽ ഉപയോഗിച്ച് റിക്രൂട്ട് ചെയ്ത് വരുന്നത് ഘട്ടം ഘട്ടമായി പല ഗവൺമെന്റുകളും അട്ടിമറിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായ അധികാരത്തിലുള്ള ഗവൺമെന്റ് യുവാക്കൾ മുട്ടുകാലിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇഴഞ്ഞു 3 ലക്ഷം പേരെ പിൻവാതിൽ നിയമനം നടത്തി. എന്തുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾക്ക് അവർ പുറത്തു പോകും? ഇപ്പോ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുത്തല്ലോ. എന്തുകൊണ്ട് അവർക്ക് നിയമനം കൊടുത്തില്ല? ആ ലിസ്റ്റിലുള്ളവർക്ക് കൊടുത്തില്ല. അപ്പൊ 3 ലക്ഷം പേരെ പിറയിലൂടെ തിരികെ കയറ്റിയ ആളുകൾ. അതുപോലെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനെ കശാപ്പ് ചെയ്ത ആളുകൾ അവരാണ് യുവാക്കൾക്ക് വേണ്ടി ഇരവാദം പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി വേണം അത് പറഞ്ഞതിൽ കൃത്യമായി കണക്കുകളുണ്ട്. 2016 മുതൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം PSC നിയമനങ്ങൾ 3,11,945 ഓരോ വർഷത്തെയും കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. അത് വേണ്ട. 3,11,945 ഈ PSC നിയമനങ്ങൾ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നടന്നിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നില്ല. PSCയുടെ സൈറ്റ് പോയി നോക്കണം, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ PSCയുടെ കണക്ക് നോക്കണം. അദ്ദേഹം പറയുന്നത് വെറുതെയാണ്. അദ്ദേഹം പറയുന്ന കണക്ക് തെറ്റാണ്. ഇവിടെ നിയമനങ്ങൾ ഏതെങ്കിലും നിയമനങ്ങൾ നടക്കാതെയുണ്ടോ? ഈ കഴിഞ്ഞ കാലയളവിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കാലാവധി തീരുന്നതിന് മുമ്പ് പരമാവധി റിട്ടയർമെന്റ് അനുസരിച്ചുള്ള ഒഴിവുകൾ അനുസരിച്ച് അത് റിപ്പോർട്ട് ചെയ്ത് നിയമനങ്ങൾ നടക്കാത്ത ഒരു കാലഘട്ടം ഇല്ല.